ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ സീരീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1 ടൈംസ് 2 ടൈംസ് 3 പ്ലസ് 2 ടൈംസ് 3 ടൈംസ് 4 പ്ലസ് 3 ടൈംസ് 4 ടൈംസ് 5 എന്നാണ് ഫോർമുല വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ജനറൽ ടൈമിന് എഴുതണം. അതായത് 1 ടൈം 2 ടൈംസ് 3 2 ടൈംസ് 3 ടൈംസ് 4 3 ടൈംസ് 4 ടൈംസ് 5 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? nth ടൈം ആണ്. ഓക്കെ, nth ടൈം എന്ന് പറഞ്ഞാൽ n ടൈംസ് n പ്ലസ് 1 ടൈംസ് n പ്ലസ് 2. എന്താണ് nth ടൈം എന്ന് പറഞ്ഞാൽ n ടൈംസ് n പ്ലസ് 1 ടൈംസ് n പ്ലസ് 2 എന്ന് പറഞ്ഞ് എഴുതാം. n ടൈംസ് n പ്ലസ് 1 ടൈംസ് n പ്ലസ് 2. അതിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. nth ടൈം എന്ന് പറഞ്ഞാൽ n ടൈംസ് n പ്ലസ് 1 ടൈംസ് n പ്ലസ് 2 എന്ന് വരും. nth ടൈമിന് എഴുതി കഴിയുമ്പോഴത്തേക്കും n ടൈംസ് n പ്ലസ് 1 n സ്ക്വയർ പ്ലസ് n എന്ന് എഴുതാം. n സ്ക്വയർ പ്ലസ് എന്നിനെ n പ്ലസ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ n സ്ക്വയർ ടൈംസ് n ക്യൂബ് വരും. 2n സ്ക്വയർ വരും, n സ്ക്വയർ വരും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3n സ്ക്വയർ കിട്ടും, 2n കിട്ടും. അപ്പോൾ ജനറൽ ടൈമിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും n ടൈംസ് n പ്ലസ് 1 ടൈംസ് n പ്ലസ് 2 എന്ന് പറയുന്നത് n ക്യൂബ് പ്ലസ് 3n സ്ക്വയർ പ്ലസ് 2n എന്നുള്ള രീതിയിൽ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? SN സം ഓഫ് ഫസ്റ്റ് n ടേമിൻ്റെ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സം ഓഫ് ഫസ്റ്റ് n ടേം എന്ന് പറഞ്ഞാൽ ഈച്ച് ടേമിന് നമ്മൾ എന്ത് കൊടുക്കണം? സിഗ്മ കൊടുക്കണം. അപ്പോൾ അത് സിഗ്മ കെ ക്യൂബ് 3 ടൈംസ് സിഗ്മ കെ സ്ക്വയർ 2 ടൈംസ് സിഗ്മ കെ എന്നുള്ളൊരു ഫോർമുലയിലോട്ട് മാറും. ഓൾറെഡി നമ്മൾ സം സ്പെഷ്യൽ ഫോർമുല പഠിച്ചതനുസരിച്ച് ഓരോന്നിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. സിഗ്മ കെ എന്ന് പറയുന്നത് എത്രയാണ്? n ടൈംസ് n പ്ലസ് 1/2. ഓക്കെ, അത് ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ ഫോർമുല നമ്മൾ അങ്ങ് എന്ത് ചെയ്യുന്നതാണ്? അപ്ലൈ ചെയ്യുന്നതാണ്. സിഗ്മ കെ എന്ന് പറയുന്നത് ഇതാണ്, n ടൈംസ് n പ്ലസ് 1/2. സിഗ്മ കെ സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? സിഗ്മ കെ സ്ക്വയർ എന്ന് പറയുന്നത് n ടൈംസ് n പ്ലസ് 1 ടൈം 2n പ്ലസ് 1/6 എന്ന് പറയുന്നതാണ്. സിഗ്മ കെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? n ടൈംസ് n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിഗ്മ കെ 2 ടൈംസ് n ടൈംസ് n പ്ലസ് 1/2. ഓക്കെ, അത് സം ഓഫ് ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നതാണ്? പഠിച്ചിരിക്കുന്നതാണ്. അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തത്. സിഗ്മ കെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? n ടൈംസ് n പ്ലസ് 1/2 n പ്ലസ് 1/6 മൾട്ടിപ്ലൈഡ് ബൈ 3 കൊണ്ട് മൾട്ടിപ്ലൈ, കാരണം ഇവിടെ ഒരു കോഎഫിഷ്യന്റ് 3 ഉണ്ട്. സിഗ്മ കെ ക്യൂബ് n ടൈംസ് n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ആണ്. 3 ഫോർമുലയെ സെപ്പറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. 3ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 2 ആകും. ഈ 2ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 2ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് എത്രയാകും? 1 ആകും. ഓക്കെ, അടുത്ത് ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. n ടൈംസ് n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ n ടൈം n പ്ലസ് 1 2n പ്ലസ് 1/2 n ടൈം n പ്ലസ് 1. ഇവിടെ നോക്കുക, എല്ലാത്തിലും n പ്ലസ് 1/2 എന്നുള്ളൊരു ടേം ഉണ്ട്. അപ്പം ഞാൻ ആ 2നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നു. കാരണം എന്തുകൊണ്ടാണ്? എനിക്ക് എല്ലാത്തിലും n ടൈംസ് n പ്ലസ് 1/2 എന്നൊരു ടേം ഉണ്ട്. ഇവിടെയുണ്ട് n ടൈംസ് n പ്ലസ് 1/2 എന്ന് പറയുന്ന ടേം. ഇവിടെയുണ്ട് n പ്ലസ് 1/2. ഇവിടെ ഒരു n ബൈ n പ്ലസ് 1/2 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ആ യെല്ലോയിലുള്ള ടേമിനെ ഞാൻ അങ്ങ് വെളിയിലെടുത്തു. n ടൈംസ് n പ്ലസ് 1/2 എന്നുള്ള ഒരു ടേമിനെ ഞാൻ എന്ത് ചെയ്തു? വെളിയിലെടുത്തു. ഇത് n ടൈംസ് n പ്ലസ് 1/2 വരും. ഇവിടെ 2n പ്ലസ് 1 ഉണ്ട്. ഓക്കെ, n ടൈംസ് n പ്ലസ് 1/2 എന്നൊരു ടൈം ഇവിടെ. ആദ്യത്തെ ടൈമിൽ n ബൈ n പ്ലസ് 1 എന്നുള്ള ടൈം വെളിയിൽ വരും. രണ്ടാമത്തേന്ന് 2n പ്ലസ് 1 മാത്രമേ വെളിയിൽ വരുള്ളൂ. നോക്കുക, കാരണം എന്തുകൊണ്ടാണ്? 2n പ്ലസ് 1 മാത്രമേ വെളിയിൽ വരുള്ളൂ. അതാണ് ഇവിടെ 2n പ്ലസ് 1 വെളിയിൽ വരുന്നത്. ലാസ്റ്റത്തേയിൽ നിന്ന് 2 മാത്രമേ വെളിയിൽ വരുള്ളൂ. ആ 2 മാത്രമേ വെളിയിൽ വരുള്ളൂ. ഇവിടെ വീണ്ടും സ്ക്വയർ ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഒരു n ബൈ n പ്ലസ് 1/2 വന്നിരിക്കുന്നത്. ഇതിന്റെ ഡിനോമിനേറ്ററിനെ എന്താക്കുക? ഐഡന്റിക്കൽ ആക്കുക. n ടൈം n പ്ലസ് 1/2 ടൈംസ് n ടൈംസ് n പ്ലസ് 1/2 n ടൈംസ് n പ്ലസ് 1/2 പ്ലസ് 2n പ്ലസ് 1 2n പ്ലസ് 1 പ്ലസ് 2 എന്ന് വരും. ഡിനോമിനേറ്ററിനെ എന്താക്കുക? ഐഡന്റിക്കൽ ആക്കുക. ഡിനോമിനേറ്റർ ഐഡന്റിക്കൽ ആക്കുമ്പോഴത്തേക്ക് അത് 4n പ്ലസ് 6 എന്ന് വരും. ഓക്കെ, അത് n പ്ലസ് n ടൈംസ് n പ്ലസ് 1 n സ്ക്വയർ പ്ലസ് n വരും. ഇത് 2n പ്ലസ് 3 എന്ന് വരും. ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ടൈം 2n പ്ലസ് 3 എന്ന് വരും. 2n പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 4n പ്ലസ് 6/2 എന്ന് പറഞ്ഞ് എഴുതാം. അതപ്പോൾ n സ്ക്വയർ പ്ലസ് n പ്ലസ് 4n പ്ലസ് 6/2 എന്ന് വരും. സിംപ്ലിഫൈ n സ്ക്വയർ പ്ലസ് 5n പ്ലസ് 6 എന്ന് വരും. സോ n ടൈംസ് n പ്ലസ് 1/2 n സ്ക്വയർ പ്ലസ് 5n പ്ലസ് 6/2 വരും. അത് രണ്ടും കൂടി സിംപ്ലിഫൈ n ടൈംസ് n പ്ലസ് 1/4 കിട്ടും. n സ്ക്വയർ പ്ലസ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫാക്ടറൈസ് ചെയ്യാണ്. n സ്ക്വയർ പ്ലസ് മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്ത് 2n പ്ലസ് 3n ആക്കി n പ്ലസ് 2 2 മിഡിൽ എടുത്തു. ഇവിടുന്ന് 3 എടുത്ത് വീണ്ടും n പ്ലസ് 2 വരും.
അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n ടൈംസ് n പ്ലസ് 1 ടൈംസ് n പ്ലസ് 2 ടൈംസ് n പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞ് നമുക്ക് ഫോർമുല കിട്ടും. ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇതിന്റെ സം ഓഫ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 3 ടൈംസ് 1 സ്ക്വയർ പ്ലസ് 5 ടൈംസ് 2 സ്ക്വയർ പ്ലസ് 7 ടൈംസ് 3 സ്ക്വയർ എക്സെട്ര അപ് ടു ഉള്ളതിന്റെ SN ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? SNന്റെ എക്സ്പ്രഷൻ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ AK ഉണ്ട്. അപ്പം നമ്മൾ ആദ്യമേ ഇത് എന്ത് ചെയ്തു? nth ടൈമിന്റെ പ്രത്യേകത നോക്കുക. 3 ടൈംസ് 1 സ്ക്വയർ, അതായത് 3ഉം 5ഉം 7ഉം ആണ്. 3, 5, 7 അരിത്തമെറ്റിക് സീരീസിലാണ്. അതിന്റെ nth ടേം എന്ന് പറയുന്നത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, ഓക്കെ, ഇതിനുള്ളിൽ നമുക്ക് nth ടേം എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 3 കൊടുക്കും, n മൈനസ് 1 ഇൻറ്റു 2 കൊടുക്കും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2n പ്ലസ് 1 എന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇത് 2n പ്ലസ് 1 ആകുന്നത്. പിന്നെ 2n പ്ലസ് 1 ടൈംസ് എത്രയെന്ന് കൊടുക്കും? n സ്ക്വയർ എന്ന് കൊടുക്കും. സോ 2n പ്ലസ് 1 ടൈംസ് n സ്ക്വയർ എന്ന് കൊടുക്കും. അപ്പോൾ എത്ര കിട്ടും? 2n ക്യൂബ് പ്ലസ് n സ്ക്വയർ. അങ്ങനെ നമുക്ക് nth ടൈം കിട്ടും. എത്ര കിട്ടും? 2n ക്യൂബ് പ്ലസ് n സ്ക്വയർ. ഇനി SN എന്ന് പറയുന്നത് സിഗ്മ AK. അപ്പോൾ അത് സിഗ്മ k ഈക്വൽ ടു 1 to n 2k ക്യൂബ് പ്ലസ് k സ്ക്വയർ എന്ന് കൊടുക്കുക. കാരണം ഇതുപോലെ വന്നിരിക്കുന്നുണ്ട്. 2n ക്യൂബ് പ്ലസ് n സ്ക്വയർ വന്നിരിക്കുന്നുണ്ട്. 2 ടൈംസ് സിഗ്മ k ക്യൂബ് പ്ലസ് k സ്ക്വയർ എന്ന് കൊടുക്കുക. ഫസ്റ്റ്, സെക്കൻഡ് ഫോർമുലയും തേർഡ് ഫോർമുലയും മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് 2 ടൈംസ് n പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ n ടൈംസ് n പ്ലസ് 1 ടൈംസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്നുള്ളൊരു രണ്ടാമത്തെ ഫോർമുല, സിഗ്മ k സ്ക്വയറിന്റെ ഫോർമുല. ഇനി രണ്ടിൽ നിന്ന് ഏത് കോമൺ ആയിട്ട് വെളിയിലെടുക്കുക? നമ്മൾ ഇനി വെളിയിലെടുക്കുന്നത് n ടൈംസ് n പ്ലസ് 1 ബൈ 2 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെളിയിലെടുക്കുന്നത്. n ടൈംസ് n പ്ലസ് 1 ബൈ 2 വെളിയിലെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടെ റിമൈൻ ചെയ്യുന്ന n ടൈംസ് n പ്ലസ് 1 മാത്രമേ വരുള്ളൂ. പിന്നെ ഉള്ളിൽ റിമൈൻ വരുന്നത് എത്ര വരും? നെക്സ്റ്റിനുള്ളിൽ 2n പ്ലസ് 1. ഓക്കെ, ഡിവൈഡഡ് ബൈ 3 വെളിയിൽ വരും. കാരണം എന്തുകൊണ്ടാണ്? ഈ 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എത്ര കിട്ടും? 6 കിട്ടും. കാരണം അപ്പോൾ ആ 6ന് പകരം നമുക്ക് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? ഈ 6നെ 2 ടൈംസ് 3 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാം. ആ 2 ആണ് വെളിയിൽ പോകുന്നത്, 3 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? റീറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് n ടൈംസ് n പ്ലസ് 1 ബൈ 2, n ടൈംസ് n പ്ലസ് 1, 2n പ്ലസ് 1 ബൈ 3 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇത് n ടൈംസ് n പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. n ടൈംസ് n പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് ഒരു 2 ഇവിടെ ക്യാൻസൽ ആയി പോകുന്നു, ഒരു 2 ഇവിടെ എന്ത് ചെയ്യുന്നു? റീറ്റെയിൻ ചെയ്യുന്നു. കാരണം ഇത് ഹോൾ സ്ക്വയർ, അതുകൊണ്ടാണ് ഇവിടെ ഒരു 2 വന്നിരിക്കുന്നത്. n സ്ക്വയർ ടൈംസ് n പ്ലസ് 1 ബൈ 2 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്നത്. ഇവിടെയും ഹോൾ സ്ക്വയർ തന്നെയാണ്. n സ്ക്വയർ ടൈംസ് n പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 2 വരും. പിന്നെ ബാക്കിയുള്ള n ടൈംസ് n പ്ലസ് 1 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ആ 6ന് വരും 2 ടൈംസ് 3 എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് n ടൈംസ് n പ്ലസ് 1 ബൈ 2, n ടൈംസ് n പ്ലസ് 1 ബൈ 2 എന്ന് പറയുന്ന ടൈം എന്ത് ചെയ്യാം? വെളിയിലെടുക്കാം. കാരണം n ടൈംസ് n പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ വരും. ആ 2 സ്ക്വയർ 2 കൂടെ ക്യാൻസൽ ചെയ്ത് ഡിനോമിനേറ്ററിൽ ഒരു 2 വരും. അതാണ് n സ്ക്വയർ ടൈംസ് n പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 2 വന്നിരിക്കുന്നത്.